ചാനൽ. അപ്പോൾ ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ ഈ ഇല ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എൻ്റെ ബ്രദർ ഷിജ്മോന്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. എനിക്ക് അവന് ഞാനും മാത്രമേ ഉള്ളൂ സിബ്ലിങ്സ് എന്ന് പറയാൻ. അപ്പം അവൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഞങ്ങളുടെ കുഞ്ഞാവ, ആദ്യത്തെ ഞങ്ങളുടെ കുഞ്ഞാറ്റ, രണ്ടാമത്തെ കുഞ്ഞാവ, ആദ്യത്തെ ഇവാനിയ, രണ്ടാമത്തെ ആൻവിയ. ഞങ്ങളതൊന്നും വിളിക്കാറില്ല, കുഞ്ഞാറ്റ കുഞ്ഞാവയുടെ 6 മാസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിനൊക്കെ ചോറ് കൊടുക്കാൻ തുടങ്ങുമല്ലോ. ഇതൊന്നും ആക്ച്വലി നമ്മളെ സംബന്ധിച്ചൊരു ചടങ്ങൊന്നുമല്ല. പക്ഷെ അവർ അങ്ങനെ ഞങ്ങളെയൊക്കെ വിളിച്ച് സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളും പോയി ഒരിറ്റ് കുഞ്ഞിന് കൊടുത്തു എന്ന് മാത്രം. അപ്പം അത് ഞങ്ങളുടെ ഒരു സന്തോഷം. കാരണം പിന്നീട് നമുക്കിത് ഇപ്പം എന്തെടുത്താലും എന്തായാലും സെലിബ്രേഷൻ അല്ലേ ഉള്ളൂ. ഒക്കെ നമ്മുടെ സന്തോഷം നമ്മൾ ചെയ്യുക. അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ ദൈവഹിതത്തിനല്ലാത്തതോ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ 6 മാസത്തെ ഇച്ചിരി ചോറ് കൊടുത്തു. അത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞാറ്റയ്ക്ക് ഞങ്ങൾ പരിപ്പും പപ്പടവും ഇച്ചിരി ഇഞ്ചിക്കറിയും, ഇഞ്ചിപ്പുളിന്ന് ചിലർ പറയും, ഞങ്ങളുടെ അവിടെ ഇഞ്ചിക്കറി എന്ന് പറയും, ഒരു ശകലം എന്താ പറയുക, എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു അവിയൽ പോലെ ഒരു സാധനം, ഒരു കൂട്ടുകറി പോലെ, അത്രേ ഉള്ളൂ. എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും വരണം, പിന്നെ മധുരവും പുളിയും എരിയും ഉണ്ടാവണം. അങ്ങനെ ഒരു വിചാരം വെച്ചിട്ട് ഞങ്ങൾ ഇത്രയും മാത്രം. പിന്നെ പപ്പടവും അത്രേ ഉള്ളായിരുന്നു, നെയ്യും ഉപ്പും അത്ര അടിപൊളിയായിരുന്നു. ചെറിയൊരു സാധനമാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ നമ്മുടെ പരിപ്പും പപ്പടവും ഇഞ്ചിപ്പുളിയും ഉണ്ടെങ്കിൽ, നെയ്യും ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങളെല്ലാം കുഞ്ഞിന് ഫുഡ് കൊടുക്കും. അവൾക്കാണെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുമല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇത് കഴിക്കുമ്പം ഈ പിള്ളേരല്ലേ, കുഞ്ഞു പിള്ളേർ നുണയുമല്ലോ. അപ്പം ഞങ്ങൾ കൊടുത്തു നോക്കിയപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തട്ടി കളയുന്നുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ രുചിച്ച് നോക്കും. ആദ്യമായിട്ടല്ലേ ഇതൊക്കെ വായിക്കാത്തോട്ട് ആ ടേസ്റ്റൊക്കെ. ഇത്രയും നാളും ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ചല്ലേ കുഞ്ഞ് വളർന്നത്. ഇപ്പം അവൾക്ക് ഇങ്ങോട്ട് അതൊക്കെ ചെന്നപ്പോൾ ആൾക്കൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് കുഞ്ഞാവയ്ക്ക് ഞങ്ങളിങ്ങനെ കൊടുത്തായിരുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ. 6 മാസം കഴിയുമ്പം എന്താ പറയുന്നത്, ചെറിയ കുറുക്കും അല്ലെങ്കിൽ ചോറ് ഞരടിയതും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പോൾ എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഫുൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബേബി സിറ്റിങ്ങിലും ഒക്കെ വിടുവാണെന്നുണ്ടെങ്കിൽ കുറുക്കൊക്കെ കുറച്ച് 6 മാസം കഴിയുമ്പോൾ കുറുക്കൊക്കെ കൊടുക്കുമ്പം കുറച്ച് അവർക്ക് വിശപ്പിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. ചെറിയ രീതി ചോറ് കൊടുക്കുമ്പോഴും അവർക്ക് ആശ്വാസം ഉണ്ടാവും. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ കുടുംബം കേട്ടോ. റീച്ചാനാണ് അടുത്ത ചോറ് കൊടുക്കുന്നത്. ഈ റീച്ചാൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഒരു രക്ഷയില്ല, എസ്പെഷ്യലി പെൺപിള്ളേർ ഒരു രക്ഷയില്ല. ഭയങ്കര ഇതാണ് റീച്ചാന്. അപ്പം അവൾക്ക് കൊടുക്കുക റീച്ചാൻ. അവൾ വായൊക്കെ തുറന്ന് നോക്കി, സോ ക്യൂട്ടല്ലേ. എനിവേ ഒരു സന്തോഷ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. അതിന് ഞങ്ങൾക്കും പങ്കെടുക്കാൻ ദൈവം അവസരം തന്നു. സന്തോഷത്തോടെ പങ്കെടുത്തു. കുഞ്ഞാറ്റ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഓരോന്നോരോ ഞുള്ളി കഴിക്കുന്നുണ്ട്. അല്ലാത്തപ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ട കേട്ടോ, കുഞ്ഞാറ്റയ്ക്ക്. അല്ലാത്തപ്പോൾ അവിടെ അമ്മ തല്ലിപ്പിടിച്ചൊക്കെ അവളെ ഇച്ചിരി എല്ലാം കഴിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം കണ്ടില്ലയോ, കൊച്ചിന് കൊടുക്കാനും ഇൻട്രസ്റ്റ് അവളും ഇവിടുന്നൊക്കെ തൊട്ടും എടുക്കുന്നുണ്ട്. ആ ഇഞ്ചിക്കറിയൊക്കെ എന്തായാലും സൂപ്പറായിരുന്നു. നന്നായിട്ട് അവളെല്ലാം ഉണ്ടാക്കി. ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ ആദ്യമായിട്ട് അവളെ കഴിക്കുമ്പം. അതുകൊണ്ട് പിന്നെ ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കി. ബാക്കി പരിപ്പും ബാക്കിയെല്ലാം ഷിജ്മോൻ്റെ വൈഫ് തന്നെയാണ് ഉണ്ടാക്കിയത്. അവിടെ മുഖം നോക്കിയേ, വെള്ളം വീണ്. എനിക്കൊന്ന് ഇഞ്ചിക്കറിക്ക് ആക്ച്വലി എരിയില്ലാത്ത ഇഞ്ചിക്കറിയായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളല്ലേ, ഒരു പുകച്ചിലും എല്ലാം കാണുമായിരിക്കും, ആദ്യമായിട്ടൊക്കെ കഴിക്കുമല്ലേ. കൊടുക്കുമായിരുന്നു, ഞങ്ങളെല്ലാം കൊടുത്തു. ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ചോറ് ഞെരടി ഒന്ന് കൊടുത്തു. എൻ്റെ കൊടുക്കലും കഴിഞ്ഞു. അടുത്തത് അയറിൻ്റെ ചേച്ചിമാരാണ് 2 പേര്, ഒരു 3 മക്കളാണ്. അവർ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്, ദുബൈയിൽ തന്നെ. കുടുംബമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പം 2 പേരും ജോലിയൊക്കെ ചെയ്ത്, ഹസ്ബൻഡും മാരും ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ അവരും കൊടുക്കുകയാണ്. അപ്പോൾ
ഇപ്പം തൊഴിക്കാൻ ചെല്ലുന്ന പോലെയോ മതി എനിക്ക് മതി അത് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. അവിടെ നോട്ട് നോക്കിയേ. അടുത്ത ചേച്ചിയാണിത്, ജെറിൻ. ആദ്യത്തെ ഷെറിൻ, രണ്ടാമത്തെ ജെറിൻ, ഐറിൻ, അല്ല ഷെറിൻ, ജെറിൻ, ഐറിൻ, എല്ലാം റിൻ. അപ്പോൾ അത് കൊടുക്കുകയാണ് കുഞ്ഞിന്. ജെറിനും കൊടുത്തു. അവൾക്ക് കണ്ടോ അവൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, പക്ഷെ അതിന് കരച്ചിലൊന്നുമില്ല. അങ്ങനെ അത്രേ ഉള്ളൂ. ഇങ്ങനൊരു വ്ളോഗ് അങ്ങനെ അവസാനിച്ചു. താങ്ക് യു.